ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുഴിയൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ മന്തി റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മന്തി പീസൊക്കെ കിട്ടുമ്പോൾ അറിയാം, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വലിയ പീസുകളായിട്ടാണ് എപ്പോഴും അതിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ആ പീസുകളെല്ലാം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി എടുക്കുക, അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മസാലകളെല്ലാം അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജീരകം, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ ഇല ഇതുപോലെ അരിഞ്ഞത്. പിന്നെ ചേർക്കുന്നത് മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ചിക്കൻ സ്റ്റോക്കാണിത്. ഇതൊരു 2 ചിക്കൻ സ്റ്റോക്കുണ്ട്, ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ ചേർക്കുന്നത് ഫുഡ് കളറാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു റെഡ് കളറല്ലേ പീസിന് വരുന്നത്, അതുകൊണ്ട് ഞാനിവിടെ ഒരു റെഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 125 ml വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ ഏകദേശം ഇത്രയും ഓയിൽ ഒഴിക്കണം കേട്ടോ. ഈ ഒരു ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഒരു ഓയിലും നമ്മളിനി ചേർക്കുന്നില്ല. ഈ ഓയിലിൽ കിടന്നാണ് ഇത് വേവേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 125 ml ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിൽ നിരത്തി വെച്ച് വേവിക്കാൻ വെച്ചു. ഈ സമയത്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിയും കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കുക, ഒരു 5 മിനിറ്റും കൂടെ മൂടി വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആ എണ്ണ കാണുന്നത് നമ്മൾ ആദ്യമേ ഒഴിച്ച ആ എണ്ണയാണ് കേട്ടോ, അതിൽ കിടന്നാണ് അത് വേവുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പീസുകൾ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് മല്ലിയിലയൊക്കെ ഇട്ടിട്ടില്ലേ, മല്ലിയിലയും ക്യാപ്സിക്കവും അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പീസുകൾ. ആ എണ്ണയെല്ലാം പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എണ്ണ തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള ബിരിയാണി റൈസ് റെഡിയാക്കാം. അതിന് ഞാനിത് ഇവിടെ പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ XXLൻ്റെ ബസുമതി റൈസാണ് എടുക്കുന്നത്. ഇത് ലോങ് റൈസാണ്. നമുക്ക് എപ്പോഴും മന്തിയൊക്കെ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് ലോങ് റൈസാണ് വേണ്ടത്. ഇത് ഞാനിവിടെ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വാരി വെക്കാം. ആ സമയത്ത് ഞാനിവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അത് തിളച്ച് വന്നു. അതിലേക്ക് നമ്മളിനി സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേലീവ്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇതുപോലത്തെ മുഴുവൻ നാരങ്ങ, ഉണക്ക നാരങ്ങയാണത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞു കുടിക്കത്തില്ലേ, അതിൻ്റെ തോട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചാൽ മതി. വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരി ചേർത്ത് കൊടുത്ത് വെന്ത് വരുമ്പോൾ ഇത് ഊറ്റേണ്ടതാണ്. നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇത് നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ മിച്ചം വന്നില്ലേ, ആ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ആ ഓയിൽ മിച്ചം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനതിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഒത്തിരി വെന്ത് പോവരുത്. ഒരു 1/4 വേവ് കഴിയുമ്പം നമ്മൾ ഇത് ഊറ്റണം കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്കി ദമ്മിലിരുന്ന് വേവും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ റൈസിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളമെല്ലാം ഊറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ചിക്കൻ, നമ്മുടെ വെന്തിരുന്ന ചിക്കനില്ലേ, ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചു. അതിന് ബാക്കി എണ്ണ ഉണ്ടായിരുന്നു, ആ ഓയിലും ആ പാത്രത്തിലോട്ട് ഞാൻ അതുപോലെ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി കൊടുക്കുക. എനിക്കിവിടെ ഒരു ലെയറേ ഉള്ളൂ. ലാസ്റ്റ് ചിക്കൻ ഇട്ടിരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഇതുപോലെ ചോറ് നിരത്തുന്നു. ഇപ്പം നിങ്ങൾക്കിത് 2 ലെയർ ഉണ്ടെങ്കിൽ 2ആയിട്ട് ചെയ്യുക. ഇച്ചിരി ചെറിയ പാത്രമാണെങ്കിൽ 2ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 2ആയിട്ട് ചെയ്യുക. എനിക്കിവിടെ ഒരു പാത്രത്തിലാണ്, ഒറ്റ ലെയറിലാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം കളറ് ചേർക്കുക, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ റെഡ് കളറും അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളറും ഇതുപോലെ ചേർക്കുന്നുണ്ട്. ഇനിയും ബാക്കി ചോറ് ഇതുപോലെ തന്നെ നമുക്കിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം നമ്മളിത് ദം ചെയ്യുന്നത്. ഫുള്ള് ചോറിട്ട് കൊടുക്കുക. നമ്മളിതിനെ കുഴിമന്തി എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ കുഴിക്കകത്ത് വെച്ചുണ്ടാക്കുന്നതിനൊരു ഫ്ലേവർ വരുമല്ലോ. അതിന് ഞാനിവിടെ കോൾ ഇതുപോലെ കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചിരട്ട പീസ് കത്തിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിൻ്റെ നടുവിലേക്ക് ഒരു ഗ്ലാസ്സോ ഒരു പാത്രമോ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രങ്ങൾ ഇറക്കി വയ്ക്കുക. ഈ നമ്മൾ ഈ പച്ചമുളക് കുത്തി വെച്ചത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ കോൾ ഇതുപോലെ കത്തി വരുമ്പോൾ അത് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് പുക അതിൽ നിന്ന് വരും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ഫോയിൽ പേപ്പർ വെച്ചത് കവർ ചെയ്യുക. അതിൻ്റെ ആ പുക പോവാതെ തന്നെ വേണം നമ്മളത് കവർ ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് ചെറു തീയിൽ വെച്ചേക്കുക. അതിനുശേഷം നമ്മളത് തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു മണമാണ് വരുന്നത്. ആ പച്ചമുളകിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ചില്ലേ, അതിൻ്റെ ഒക്കെ ഒരു മണവും എല്ലാം കൂടെ കൂടി നല്ലൊരു മണമാണ് നമ്മുടെ കിച്ചൺ നിറയെ. അങ്ങനെ നമ്മുടെ കുഴിയില്ലാത്ത ചിക്കൻ മന്തി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഈ ചോറ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ആ സൈഡിൽ നിന്ന് ആ ചിക്കൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റുക. ഇപ്പം നമുക്ക് നല്ലൊരു മണമാണ് കേട്ടോ കിച്ചണിൽ. നമ്മൾ ആ കോളിട്ട് പുകച്ചതിൻ്റെയും അതുപോലെ ആ പച്ചമുളകിൻ്റെ എല്ലാം കൂടെ ഒരു നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പം കണ്ടോ, നമ്മുടെ ചോറ് ഇളക്കുമ്പോൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതുപോലെ ഇരിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ലുക്കുമാണ്. ഇനിയും നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു യോഗട്ട് സാലഡാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.